PSC ട്യൂട്ടോറിയലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പ്രധാന കൃതികളിലെ കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മലയാളത്തിലെ PSC ചോദിച്ചു കണ്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതികളിലെ കഥാപാത്രങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കഥാപാത്രം എന്ന് പറയുന്നത് സൂരി നമ്പൂതിരിപ്പാടാണ്. സൂരി നമ്പൂതിരിപ്പാട് ഏത് കൃതിയിലെയാണ്? പ്രശസ്തമായ ഇന്ദുലേഖ എന്ന് പറയുന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് സൂരി നമ്പൂതിരിപ്പാട്. അപ്പം സൂരി നമ്പൂതിരിപ്പാട്, ഇന്ദുലേഖ. അപ്പുക്കിളി. അപ്പുക്കിളി എന്ന് പറയുന്നത് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന ഒരു കൃതിയിലെ കഥാപാത്രമാണ് അപ്പുക്കിളി എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം നടന്ന, അതായത് 27/7/2024 നടന്ന LDC 2024 ട്രിവാൻഡ്രം ജില്ലയിലെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അപ്പുക്കിളി എന്ന് പറയുന്ന കഥാപാത്രം ഏത് കൃതിയിലെ ആണെന്നുള്ളത്. അപ്പോൾ അത് ഖസാക്കിൻ്റെ ഇതിഹാസമാണ് ഉത്തരം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതെല്ലാം. പ്രധാന കൃതി, മലയാളത്തിലെ പ്രധാന കൃതികളിലെ കഥാപാത്രങ്ങൾ മാത്രമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അടുത്ത നമുക്ക് നോക്കാം. രവി. രവി എന്ന് പറയുന്നത് ഗുരുസാഗരം എന്ന് പറയുന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് രവി. അടുത്തത് പളനി. പളനി എന്ന് പറയുന്ന കഥാപാത്രം ചെമ്മീൻ എന്ന് പറയുന്ന പ്രശസ്ത നോവലിലെ കഥാപാത്രമാണ് പളനി എന്ന് പറയുന്നത്. സിനിമയായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു നോവലാണത്. പപ്പു എന്ന് പറയുന്നത് ഓടയിൽ നിന്നെന്ന് പറയുന്ന പ്രശസ്തമായ നോവലിലെ പ്രധാന കഥാപാത്രമാണ് പപ്പു. അപ്പോൾ ഏതൊക്കെയാണ് കഥാപാത്രങ്ങൾ? സൂരി നമ്പൂതിരിപ്പാട്, ഇന്ദുലേഖ, അപ്പുക്കിളി, ഖസാക്കിൻ്റെ ഇതിഹാസം, രവി, ഗുരുസാഗരം, പളനി, ചെമ്മീൻ, പപ്പു, ഓടയിൽ നിന്ന്. സാവിത്രി. സാവിത്രി എന്ന കഥാപാത്രം ദുരവസ്ഥയിലുള്ള കഥാപാത്രമാണ്, പ്രധാന കഥാപാത്രമാണ് സാവിത്രി. വൈത്തിപ്പട്ടർ എന്ന് പറയുന്നത് ശാരദ എന്ന് പറയുന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് വൈത്തിപ്പട്ടർ, ശാരദ. അപ്പു എന്ന് പറയുന്നത് നാലുകെട്ട് എന്ന് പറയുന്ന ഒരു കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് അപ്പു. ശ്രീധരൻ എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് ശ്രീധരൻ, ഒരു ദേശത്തിൻ്റെ കഥ. അന്ന എന്ന് പറയുന്നത് അന്ന കരീനീന എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു നോവലിലെ കഥാപാത്രമാണ് അന്ന എന്ന് പറയുന്നത്. ചന്ദ്രിക. രമണൻ എന്ന് പറയുന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് ചന്ദ്രിക. ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന് പറയുന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ് ആലീസ്. പാറുക്കുട്ടി, സുഭദ്ര, ഇവരൊക്കെ ഏതിലെയാണ്? മാർത്താണ്ഡവർമ്മ എന്ന് പറയുന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളാണ് പാറുക്കുട്ടിയും സുഭദ്രയും. ക്ലാസിപ്പർ ഏതിലാണ്? കയർ എന്ന് പറയുന്ന കൃതിയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ക്ലാസിപ്പർ. ചന്ദ്രകാരൻ, ഹരിപഞ്ചാനനൻ, ഇതേതിലെയാണ്? ധർമ്മരാജ എന്ന് പറയുന്ന കൃതിയിലെ കഥാപാത്രങ്ങളാണ് ചന്ദ്രകാരനും ഹരിപഞ്ചാനനും. ഓക്കെ, അപ്പോൾ സാവിത്രി, ദുരവസ്ഥ, വൈത്തിപ്പട്ടർ, ശാരദ, അപ്പു, നാലുകെട്ട്, ശ്രീധരൻ, ഒരു ദേശത്തിൻ്റെ കഥ, അന്ന കരീനീന, ചന്ദ്രിക, രമണൻ, ആലീസ് ഇൻ വണ്ടർലാൻഡ്, പാറുക്കുട്ടി, സുഭദ്ര, മാർത്താണ്ഡവർമ്മ, ക്ലാസിപ്പർ, കയർ, ചന്ദ്രകാരൻ, ഹരിപഞ്ചാനനൻ, ധർമ്മരാജ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോസ് എല്ലാം യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അറിവിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് കാണണേ.